ആക്ച്വലി എന്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യവും അൺഎക്സ്പെക്റ്റഡ്. ഞാൻ വിചാരിക്കാത്ത സംഭവങ്ങൾ നടക്കുന്നത്. ഡാൻസ്, സിനിമ, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര എതിർപ്പുള്ളതാണ്. ഞാൻ തിരിച്ചിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ചേട്ടൻ ചേട്ടൻ കൊച്ചു കുട്ടികളോട് ബേസിക് ബേസിക് കളിക്കണം. അന്ന് 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 ചേട്ടൻ ഡാൻസ് നിർത്തി. ആദ്യമായിട്ട് ഞാൻ ഡാൻസ് കളിക്കുന്നത് ഋത്തിക് റോഷൻ കാരണമാണ്. റിയാലിറ്റി ഷോയ്ക്കൊക്കെ ഒരു ആൾക്കാരിൽ ഒരു മാറ്റം ഉണ്ടാക്കി. നമ്മൾ സിനിമയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സിനിമ നമുക്ക് പലതും തരും. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ തരും. റീൽസിന്റെ ഈ പരിപാടി ഒരു പ്രൊമോഷനാണ് സിനിമയ്ക്ക്. എങ്ങനെയാ ഈ പുതിയ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്? വീരധീര സൂര എന്ന് പറഞ്ഞൊരു പടം റിലീസായിരുന്നു റീസെന്റ്. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ അസിസ്റ്റന്റ് കൊറിയോഗ്രാഫർ ആയിരുന്നു. ശരി, We listen, we learn, we connect, where every story matters. Welcome to Beyond Borders with Meera Shankar. നമസ്കാരം, എല്ലാവർക്കും ബിയോണ്ട് ബോർഡേഴ്സ് വിത്ത് മീര ശങ്കറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ അതിരുകൾക്കും അപ്പുറത്തുള്ള കാഴ്ചകളും വിശേഷങ്ങളും കഥകളും പങ്കുവയ്ക്കുന്ന ഈ യാത്രയിൽ ഇന്ന് നമ്മോട് കൂടെയുള്ളത് വളരെ സ്പെഷ്യലായ ഒരാളാണ്. സിനിമയിലെ ആവേശകരമായ ഗാനങ്ങൾക്ക് ചുവടുകൾ നൽകുന്ന, ചടുലമായ ചലനങ്ങൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന യുവ കോറിയോഗ്രാഫർ സ്പ്രിംഗ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സോഷ്യൽ മീഡിയയിലും സിനിമാ ലോകത്തും സ്പ്രിംഗ് എന്ന പേരിൽ പ്രശസ്തനായ ഈ യുവ കോറിയോഗ്രാഫർ തന്റെ പുതിയ സിനിമ, ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ എന്നിവയെ കുറിച്ചെല്ലാം നമ്മോട് സംസാരിക്കാനാണ് നമ്മോടൊപ്പം ഇന്ന് ചേർന്നിരിക്കുന്നത്. സ്പ്രിംഗിന് സ്വാഗതം ബിയോണ്ട് ബോർഡേഴ്സിലേക്ക്. സ്പ്രിംഗ് നമുക്ക് എന്തായാലും നമുക്ക് ഇപ്പോ ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് നമുക്ക് തുടങ്ങാം. ഇതൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഒരു ചോദ്യവും ഉത്തരം എന്നതിനേക്കാളേറെ നമ്മളുടെ ഒരു സംസാരിക്കുന്നത് പോലെയാണ്. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ പേര് എങ്ങനെയാണ് വന്നത്? എവിടെയായിരുന്നു സ്പ്രിംഗിന്റെ കുട്ടിക്കാലം? ഈ നൃത്തം ഒരു കരിയർ ആക്കണമെന്ന് തോന്നിയ ഒരു നിമിഷം എപ്പോഴായിരുന്നു തോന്നിയത്? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ആക്ച്വലി എന്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യവും അൺഎക്സ്പെക്റ്റഡ്. ഞാൻ വിചാരിക്കാത്ത സംഭവങ്ങൾ നടക്കുന്നത്. സോ ഞാൻ പ്ലസ് ടു ടൈമിലാണ്, പ്ലസ് ടു കഴിഞ്ഞ് ആ ടൈമിൽ ഞാൻ ഓരോരോ ഡാൻസ് ടീമിൽ ജോയിൻ ചെയ്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഏകദേശം ഒരു 4-5 ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും അവസാനം വർക്ക് ചെയ്തത് മിസ്റ്റിക് മങ്കീസ് എന്ന് പറഞ്ഞു ഉല്ലാസ് മോഹൻ ചേട്ടന്റെ ടീമിലാണ്. സോ ഉല്ലാസ് ചേട്ടനാണ് എനിക്ക് സ്പ്രിംഗ് എന്നുള്ള പേര് പേരിട്ടത്. അതായത് ഉല്ലാസ് ചേട്ടനാണ് എന്നെ വിളിക്കാൻ തുടങ്ങിയത് സ്പ്രിംഗ് എന്നുള്ള പേരിൽ. പിന്നെ ഉല്ലാസ് ചേട്ടൻ്റെ കൂടെ ഒരുപാട് ഷോസ് ഒക്കെ വർക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉല്ലാസ് ചേട്ടൻ ഫിലിമിൽ കൊറിയോഗ്രാഫി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. സോ ഉല്ലാസ് ചേട്ടൻ കാരണം ഉല്ലാസ് ചേട്ടന്റെ സോങ് കൊറിയോഗ്രാഫിയിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട് വന്നു. സോ അവിടെ നിന്ന് ഞാൻ ഫെഫ്ക ഡാൻസേഴ്സ് യൂണിയൻ വഴി അവരെ വിളിച്ചിട്ട് ഒരു ഓഡീഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ട് 2011 ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട് ഫിലിമിൽ വന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആവും. അത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറായി, ഇപ്പോ കൊറിയോഗ്രാഫറായി ഇവിടെ എത്തി നിൽക്കുന്നു. ഒരിക്കലും വിചാരിക്കാത്ത അതെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അല്ലേ? അപ്പൊ ഈ നൃത്തം, ഈ ഡാൻസ് ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാൻ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു? അതായത് പഠിത്തം കഴിഞ്ഞിട്ട് മതി ഡാൻസ് എന്നാണ് സാധാരണ വീടുകളിലെല്ലാം അച്ഛനമ്മമാര് പറയുന്നത്. അതോ ഈ ഡാൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പാരന്റ്സ് ആയിരുന്നു സ്പ്രിംഗിന്റെ? എങ്ങനെയായിരുന്നു അത്? ആക്ച്വലി എന്റെ കാലഘട്ടത്തിൽ, അതായത് ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പൊ പറഞ്ഞ കണക്ക് തന്നെ, അതായത് പഠിത്തം കഴിഞ്ഞ് ഡാൻസ് അതൊക്കെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന ഫാമിലീസും ആണ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. പക്ഷെ എന്റെ ജനറേഷനിൽ ഞങ്ങൾക്ക് ഈ ഡാൻസ് എന്ന് പറയുന്നത് വീട്ടിലൊക്കെ ഭയങ്കര എതിർപ്പൊക്കെ ഉള്ള പ്രശ്നമായിരുന്നു. ഡാൻസ്, സിനിമ, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര എതിർപ്പുള്ളതാണ്. പ്രത്യേകിച്ച് ഗേൾസിനും ബോയ്സിനും ഗേൾസിനാണെങ്കിൽ ശരിയാണ്. എന്റെ വീടിന്റെ അടുത്തൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ ഞാൻ ഡാൻസ് കളിക്കണമെന്ന് അറിയായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ്. ആ സമയത്ത് ആ ചേട്ടൻ ഒരു ദിവസം എന്നെ കണ്ടിട്ട് ചോദിച്ച്, എടാ എങ്ങനെയുണ്ട് ഡാൻസ് ക്ലാസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് ഡാൻസ് ക്ലാസ്? അല്ല, ഞാൻ നിന്റെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ
ബന്ധുവിന്റെ ഡാൻസ് ക്ലാസ് കവടിയാറ് ഉണ്ട്, നീ പോയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോ ആക്ച്വലി ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞില്ല. ചേട്ടൻ എന്റെ അടുത്ത് പറയാതെ ചേട്ടൻ ഡാൻസ് ക്ലാസ്സിന് പോയി. ചേട്ടൻ ആ സമയത്ത് 11th എന്തോ പഠിക്കണം. ഞാൻ എനിക്ക് പോണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അച്ഛനെന്നെ അടക്കിയൊക്കെ ഭയങ്കര വഴക്കായി. പഠിക്കാൻ ചേട്ടൻ പോകുന്നൊക്കെ പറഞ്ഞ് വാശി വിളിച്ച് കരഞ്ഞ് ലാസ്റ്റ് ഞാൻ ആ ഡാൻസ് ടീമിൽ പോയപ്പോ അവര് ബേസിക് പഠിപ്പിക്കുക കൊച്ചുകുട്ടികളുടെ കൂടെ എന്നെയും ചേട്ടനെ. വലിയ കുട്ടികൾ ഞാനും ചേട്ടനും പിന്നെ കൊച്ചുകുട്ടികളും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ് പഠിപ്പിച്ച് ഇരിക്കും. അവിടെ എന്താ നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബേസിക് പഠിപ്പിച്ച് തന്നിട്ട് ഞങ്ങൾക്ക് റെസ്റ്റ് തന്നിട്ട് ആ ടീമിലെ മെയിൻ ഡാൻസേഴ്സ് ഉണ്ടല്ലോ, ഇവരെല്ലാരും വന്നിട്ട് ഒരു ഷോയ്ക്ക് വേണ്ടി പെർഫോം ചെയ്യണം, അവിടെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പതുക്കെ അവര് ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ ഇങ്ങനെ നോക്കി ഞാൻ ഡാൻസ് ചെയ്തു ബാക്കില്. അപ്പോഴത്തേക്ക് അവിടെ ചേട്ടൻ ഇങ്ങനെ വിളിച്ചത് നീ ആ സ്റ്റെപ്പ് ഒന്ന് ചെയ്തിട്ടെന്ന് വിളിച്ചു. അപ്പൊ ഞാൻ സ്റ്റെപ്പ് ചെയ്ത് ഇവൻ ചെയ്യുന്നുണ്ടല്ലോ, ഇവിടെ ബാക്കി സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ എന്താ നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പൊ അവരുടെ കൂടെ കേറി ആ ഷോയ്ക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്തു. ഞാൻ തിരിച്ചിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ചേട്ടൻ കൊച്ചു കുട്ടികളുടെ കൂടെ ബേസിക് കളിക്കണം. അന്ന് ചേട്ടൻ ഡാൻസ് നിർത്തി. ഉഗ്രം കോമഡി അല്ലേ ഇത്. സ്പ്രിങ്ങിന് ഈ ഒരു ആദ്യമായിട്ട് ഒരു ഡാൻസ് കളിച്ച ഒരു ഓർമ്മ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മ ഉണ്ടാവോ? ഏത് പ്രായത്തിലാണെങ്കിലോ അല്ലെങ്കിൽ ഏത് സ്കൂളിലോ അങ്ങനെ അതിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവോ? ആദ്യമായിട്ട് ഞാൻ ഡാൻസ് കളിക്കുന്നത് ഋത്തിക് റോഷൻ കാരണമാണ്. ഋത്തിക് റോഷന്റെ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാര്യം ഞാൻ എന്റെ സ്ഥലം ട്രിവാൻഡ്രം, ഒരു അമ്മയുടെ വീട് കൊല്ലത്താണ്. അപ്പൊ വെക്കേഷൻ വരുമ്പോ 2 മാസം വെക്കേഷൻ വരുമ്പോ ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് വെക്കേഷൻ ഇതൊക്കെ വരുമ്പോ ഞങ്ങൾ നേരെ അങ്ങ് അവിടെ ഒരു ക്ലബുണ്ട്. ആ ക്ലബില് ഓണപരിപാടി ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അതാണ് എന്റെ ഓർമ്മ. ആദ്യമായിട്ട് സ്റ്റേജിൽ ഞാൻ കളിക്കുന്നത്. എന്റെ അമ്മയുടെ അനിയത്തി എനിക്ക് ഒരു റെഡ് സ്ലീവ്ലെസ്സില് നിർത്തിക്കുന്നൊക്കെ എംബ്രോയിഡറി ഒക്കെ ചെയ്തു തന്നു. അതാണ് എന്റെ ഫസ്റ്റ് ഓർമ്മ. ആ പാട്ട് ഇപ്പൊ കേട്ടാലേ നമുക്കൊന്ന് തുള്ളണം, നമുക്കൊന്ന് കളിക്കണമെന്നൊക്കെ തോന്നുമല്ലേ? ആ പാട്ടിന്റെ ഒരു വൈബ് അങ്ങനെയാണ്. എന്റെ അടുത്ത് മാമന്മാര് ഒക്കെ പറയും, അമ്മയുടെ ബ്രദേഴ്സ് ഒക്കെ പറയും, അവര് കൊച്ചിലെ പാട്ടിടുമ്പോ ഞാൻ കളിക്കുമെന്ന് പറയും. അപ്പൊ അവരെല്ലാരും കൂടെ നിന്നിട്ട് പാട്ടൊക്കെ കേട്ടിട്ട് ഡാൻസ് കളിക്കാൻ പറയും കൊച്ചില്. അതെനിക്ക് ഇതാണ് ഫസ്റ്റ് എന്റെ ഒരു ഓർമ്മ. അതുപോലെ ഇതിനു മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ഇല്ലേ, സപ്പോർട്ടീവ് ആയിരുന്നു അതിന് ഞാൻ ഫുള്ളായിട്ട് ആൻസർ പറഞ്ഞു. അപ്പോ അതിന്റെ ഫുള്ളായിട്ടുള്ള ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ആ സമയത്ത് ഈ പറയുന്ന വീട്ടുകാർക്കും പൊതുവെ എല്ലാവർക്കും ഈ ഡാൻസ് കളിക്കുന്ന ഡാൻസേഴ്സ് എന്ന് പറയുമ്പോഴേ ഒരു ഇതാണ്, വീട്ടിലൊന്നും അത്ര അക്സെപ്റ്റ് ചെയ്യൂല, അങ്ങനെ ഒരു ഇതാണ്. മാറ്റിയെടുത്തത് എങ്ങനെയാന്ന് വെച്ചാൽ മാറിയത് റിയാലിറ്റി ഷോ കാരണം. ഞാൻ വിചാരിക്കുന്ന റിയാലിറ്റി ഷോ കാരണം പല റിയാലിറ്റി ഷോ ഡീപ്പോ ഡാൻസ് റിയാലിറ്റി ഷോ വന്നപ്പോഴത്തേക്കുമാണ് ഈ ഡാൻസ് എന്ന് പറയുന്ന ഒരു സത്യം പറഞ്ഞ ഒരു സോ ഡാൻസ് കളിച്ചില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ പഠിപ്പിച്ച് ടിഷോയിൽ കയറ്റണം. ഇങ്ങനത്തെയൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റ് പാരന്റ്സും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ശേഷമാണ് ഒരു റിയാലിറ്റി ഷോയ്ക്കൊക്കെ ഒരു ആൾക്കാരിലൊരു മാറ്റം ഉണ്ടാക്കി. എപ്പോഴാണ് സ്പ്രിങ്ങിന് ഈ ഡാൻസ് എന്ന് പറയുന്നത് ഒരു ഇഷ്ടം മാത്രമല്ല, അതൊരു എന്റെ ഒരു പ്രൊഫഷനായിട്ട് മാറ്റണമെന്നൊരു തീരുമാനം എപ്പോഴാണ് മനസ്സിൽ തോന്നി തുടങ്ങിയത്? ഇല്ല, അത് ഫിലിമിൽ വന്നതിന് ശേഷം, സിനിമയിൽ കയറിയതിന് ശേഷമാണ് ഡാൻസ് കൂടുതലായിട്ട്. കാര്യം ഞാൻ ബാക്കി ഡാൻസ് എന്ന് പറയുന്നത് ഞാൻ SBIയിലൊക്കെ അപ്രന്റീസ് ട്രെയിനി ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോ അങ്ങനെ ജോലി അതിന്റെ ഇടയിലാണ് ഈ ഡാൻസ് ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുപോയത്. അതിന്റെ ഇടയിലാണ് ഡാൻസ് കൊണ്ടുപോയത്. പക്ഷെ സിനിമയിൽ കയറി കഴിഞ്ഞതിന് ശേഷമാണ് അവിടെയും ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ, സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയി കഴിഞ്ഞ് ഒരുപാട് സോങ്ങുകൾ ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പതുക്കെ പതുക്കെ സിനിമയോട് ഭയങ്കര ഇഷ്ടം തോന്നി. അതും എവിടെ, മലയാളത്തിലാണോ അതോ തമിഴിലാണോ കൂടുതലും ഇത് ബാക്ക് ഡാൻസേഴ്സ് ആയിട്ട്? ഞാൻ മലയാളത്തിലാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്, പക്ഷെ തമിഴിലും ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഫെപ്ക ഡാൻസേഴ്സ് യൂണിയൻ എന്ന് പറയുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഡാൻസേഴ്സ് യൂണിയൻ. അവിടെ ഷെരീഫ് എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ഒരു കൊറിയോഗ്രാഫർ കാർഡ് എടുത്തിട്ടുണ്ട്. പുള്ളി ഈസ് ഫ്രം ചെന്നൈ. പുള്ളി തമിഴ് പടങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് നല്ല പടങ്ങൾ, വലിയ സൂപ്പർ സ്റ്റാർ, രജനികാന്തിന്റെ പേട്ട, ഇങ്ങനെയൊക്കെയുള്ള സിനിമ. റീസെന്റ് ആയിട്ട് റെട്രോ, സൂര്യയുടെ റെട്രോയും വിജയുടെ പടവും, അങ്ങനെ കുറെ മെയിൻ അതൊക്കെ ഒരുപാട് എല്ലാം ചെയ്തു. അപ്പൊ ഷെരീഫ് മാസ്റ്റർ കാരണം, ഞാൻ വിശ്വസിക്കുന്ന ഷെരീഫ് മാസ്റ്റർ കാരണം ഈ കേരള ഡാൻസേഴ്സ് ഇല്ലേ, ഇവിടെ ഉള്ള ഫെഫ്ക ഡാൻസേഴ്സ് അസിസ്റ്റന്റ് കൊറിയോഗ്രാഫേഴ്സിന് തമിഴും ഇത്രയും വലിയ ആർട്ടിസ്റ്റിന്റെ ഒക്കെ പടങ്ങൾ വർക്ക് ചെയ്യാൻ സാധിച്ച ഷെരീഫ് മാസ്റ്റർ കാരണമാണ്. ഷെരീഫ് മാസ്റ്ററിന്റെ പുള്ളിയുടെ ഒരുപാട് പടം, ഞാൻ പേട്ടയൊക്കെ ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട് മാരേജിന്. സോ അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അസിസ്റ്റന്റ് ആയി. അപ്പൊ അസിസ്റ്റന്റ് ആയപ്പോഴും ഒരുപാട് തമിഴ് പടവും മലയാള പടവും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതെല്ലാം പുള്ളി കാരണം. റെട്രോ മൂവിയിലൊക്കെ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, ഈ സിനിമ എന്ന ഈ വലിയൊരു ലോകത്തേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന ഒരു ദിവസം ഏതാണെന്ന് ചോദിക്കുമ്പോഴത്തേനും അതിനെക്കുറിച്ച് ഒരു ഓർമ്മ എങ്ങനെയായിരിക്കും? അത് ഉല്ലാസിന്റെ കൂടെ വന്നതായിരിക്കും അല്ലെ ആദ്യമായിട്ട് വരുന്നത്? അതെ, 2011 ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിട്ട് കയറി ഉല്ലാസിന്റെ കൂടെ വന്നിട്ടുള്ളത് തന്നെയായിരിക്കും അല്ലെ. ഇപ്പൊ ഈ സിനിമയുടെ പുറത്തുള്ള ഒരാൾക്ക്, സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾക്ക് സിനിമയിൽ ഇടം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. അത്ര എളുപ്പമൊന്നും അല്ല അത്. ആ സ്ട്രഗിൾ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കാരണം നമ്മൾ വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് അതിനെക്കുറിച്ച് നമുക്ക് ആ ഇൻഡസ്ട്രിയിലേക്ക് കയറി പറ്റാനായിട്ട് ഭയങ്കര പാടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ ഒരു യാത്രയില് സ്പ്രിങ്ങിനെ തളർത്താൻ നോക്കിയ വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അത് നേരിട്ടത്, അല്ലെങ്കിൽ അങ്ങനെ വെല്ലുവിളികൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു അതിനെ ഓവർകം ചെയ്തതെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ഞാൻ മനസ്സിലാക്കിയത്, സിനിമ എന്ന് പറയുന്നത്, നമ്മൾ സിനിമയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സിനിമ നമുക്ക് പലതും തരും, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ തരും. അപ്പൊ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട് കയറിയ ശേഷം ഞാൻ ഈ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി സിനിമയോട്. ഇപ്പൊ സിനിമയ്ക്ക് അകത്തോട്ട് കയറാൻ പല വഴികളുണ്ട്. ഇപ്പൊ ഡാൻസർ ആവണം, അസിസ്റ്റന്റ് ഡയറക്ടർ ആവണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ പടിപടിയായിട്ട് കയറി അങ്ങനെ ഈ എന്താ പറയാ ഭാഗ്യം കൂടെ പോസിറ്റീവായിട്ട് പോയി കഴിഞ്ഞ ദിവസം നമുക്ക് നല്ല പൊസിഷനിൽ വരാൻ പറ്റും എന്നാണ്. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന ഈ ആശകൾ 1000, ആ സിനിമയിൽ വരെ വന്ന് എത്തുമ്പോഴത്തേനും പണ്ട് ഉണ്ടായിരുന്ന 1000 ആശകൾ മനസ്സിലുണ്ടായിരുന്നതൊക്കെ സഫലമാകുന്നത് പോലെ തോന്നുന്നുണ്ടോ സ്പ്രിങ്ങിന്? ഇതെല്ലാം സിനിമയ്ക്കകത്തുള്ള ഫ്രണ്ട്ഷിപ്പും എല്ലാം അങ്ങനെയാണ്, അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ ഏകദേശം ഒരു 19 പടം വർക്ക് ചെയ്തിട്ടുണ്ട് കൊറിയോഗ്രാഫറായിട്ട്, കുഞ്ഞു കുഞ്ഞു പടങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ ഷെരീഫ് മാസ്റ്ററിന്റെ കൂടെ പോക്കിരി സൈമൺ എന്ന് പറഞ്ഞൊരു സോങ് അസിസ്റ്റ് ചെയ്ത് ഞാൻ, സണ്ണി വെയിന്റെ സണ്ണിച്ചായന്റെ ആ സിനിമ വർക്ക് ചെയ്തപ്പോ സണ്ണി വെയിനുമായിട്ട് നല്ല കമ്പനിയായി. സണ്ണി വെയിന്റെ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞൊരു പടത്തില് എന്നെ വിളിച്ചിരുന്നു. വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞ്, എടാ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, പക്ഷെ കുറച്ച് ബുദ്ധിപരമായി ചെയ്യണം, ബുദ്ധി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയാൻ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു പുള്ളിക്കാരൻ ഭയങ്കര കമ്പനി ആയിരുന്നു. അങ്ങനെ പോയി അത് ചെയ്തു. അതേ കണക്ക് തന്നെ എന്റെ ആദ്യത്തെ പടമാണെങ്കിലും ശരി, എന്നെ ഒരു പ്രൊഫഷൻ കണ്ടുപോകുന്നു. പുള്ളിക്കാരൻ വിളിച്ചിട്ടാണ് എന്റെ അടുത്ത് ഇങ്ങനൊരു സോങ് ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാരും എന്റെ ഫ്രണ്ട്സ് ആണ് എല്ലാവരും. ഇപ്പൊ റീസെന്റ് ചെയ്ത, ഇപ്പൊ ആശകൾ 1000-ന് മുമ്പ് ചെയ്ത നരിവേട്ടയാണെങ്കിൽ ശരി തന്നെ, അതിന്റെ
നരിവേട്ടയിലും സ്പ്രിംഗ് ആയിരുന്നു അല്ലേ? അപ്പൊ അതിലൊരു ട്രൈബൽ സോങ്ങും പിന്നെ അതല്ലാതെ വാടാ വേട എന്ന് പറഞ്ഞു വേടന്റെ ഒരു പ്രൊമോ സോങ്, പ്രൊമോഷൻ സോങ്. ഓക്കെ. അപ്പൊ അതിന്റെ ഡയറക്ടർ ആണെങ്കിൽ ശരി തന്നെ, പുള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടൊക്കെ വർക്ക് ചെയ്ത പടത്തിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിരുന്നു. സോ ആ ഒരു ബന്ധം വെച്ചിട്ടാണ് എന്നെ നെറ്റ്വർക്ക് ആണ്. വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നീ സൂര്യയുടെയും വിജയുടെയും പടങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, നമ്മുടെ പടം കൊറിയോഗ്രാഫി? ഞാൻ പറഞ്ഞ ഞാൻ അതിൽ നിന്ന് പിന്നെന്ത് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുള്ളി വിളിച്ചിട്ട് ചെയ്തതാണ് നരിവേട്ട. അത് കണക്ക് ആശകളായിരത്തിന്റെ ഇതിലും നമ്മുടെ ഗോകുലം പ്രൊഡക്ഷന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് കൃഷ്ണമൂർത്തി സാർ. സാറിന് എന്നെ പണ്ടേ അറിയാം. അപ്പൊ സാറ് ഇത് കണക്ക് വിളിച്ചിട്ട് നീ ഇപ്പൊ പടമൊക്കെ ചെയ്യാൻ തുടങ്ങിയില്ലേ, ആ ഒരു പടമുണ്ട് ചൂടാന്റണി ഒന്ന് വിളിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചൂടാന്റണി വിളിച്ച് അങ്ങനെയാണ് ഈ പടത്തിൽ വരുന്നത്. ഇത് പുള്ളി ഒരു എന്താ പറയുക, ഇതാണ് സിനിമ സ്നേഹിച്ചു കഴിഞ്ഞാൽ സിനിമ നമുക്ക് അതെ. ഞാൻ ഒരിക്കലും എനിക്കങ്ങനെ വലുതായിട്ട് വെല്ലുവിളികളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടും ഇല്ല. ഇതും ഈ പറഞ്ഞ കണക്ക് ഇപ്പം ഡാൻസ് അൺഎക്സ്പെക്ടഡ് ആണെങ്കിൽ സിനിമ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഇപ്പൊ ഉല്ലാസായിട്ട് സിനിമ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട് ഡാൻസ് അങ്ങനെ പോലായിരുന്നു, ഷോ ഒക്കെ ചെയ്ത് അങ്ങനെയാ പോയാണ്. അത് കണക്കാണ് സിനിമ. ഇപ്പൊ സിനിമയ്ക്കകത്ത് വന്നപ്പോ വേറൊരു ഇതിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഇടയ്ക്കെന്തോ ചെറിയ എന്തോ ഇതൊക്കെ ചെയ്തു അല്ലേ? ലോക്ക്ഡൌൺ സമയത്ത് എന്റെ ഫ്രണ്ടിന്റെ അച്ഛനാണ് മുരളി ഷാദ, അതായത് ഉപ്പും മുളകിലെ ശങ്കരൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ. അപ്പൊ കൊറോണ ടൈമിൽ എല്ലാരും വീട്ടിൽ ഷൂട്ടെല്ലാം മുടങ്ങി എല്ലാരും ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരടാ എന്തെങ്കിലുമൊക്കെ ചെയ്യണോടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ലോക്ക്ഡൌൺ വീഡിയോസ് എന്റെ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ഞാൻ ചുമ്മാ കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ എനിക്ക് പിന്നെ ഒരു കുറച്ചുകൂടെ വലിയൊരു ഷോർട്ട് ഫിലിം കണക്ക് അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് പ്ലാൻ ചെയ്തിട്ട് സർക്കിൾ എന്നൊരു ഷോർട്ട് ഫിലിം 29 മിനിറ്റിന്റെ ഒരു ഞാൻ കണ്ടിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. സോ അതും കൂടെ കഴിഞ്ഞപ്പോ എനിക്ക് സിനിമ ഡയറക്ട് ചെയ്യണം ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് ആയി. കൊറിയോഗ്രാഫി വരുമ്പോ ചെയ്യും, അതും അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടക്കട്ടെ. എന്തായാലും ഇത്രയും വരെ എത്തിയില്ലേ? അതെ. ഇപ്പൊ മലയാളത്തിൽ നിന്ന് തമിഴിലേക്കുള്ള ഒരു ചുവടുമാറ്റം എന്ന് പറയുമ്പോഴത്തേനും മലയാളത്തിൽ ചെയ്തുകൊണ്ടിരുന്നു, പെട്ടെന്ന് ഇപ്പൊ നേരത്തെ പിന്നെ സ്പ്രിംഗ് പറഞ്ഞായിരുന്നു ഷെരീഫ് മാസ്റ്റർ വഴിയാണ് തമിഴിലേക്ക് പോയെന്നുള്ളത്. അപ്പം ആദ്യമായി ഒരു തമിഴ് സിനിമയ്ക്ക് വേണ്ടി കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടോ തമിഴ് സിനിമയില്? അത് ഇല്ല, ചെയ്തിട്ടില്ല അല്ലെ? അപ്പൊ അവിടെ അസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അവിടെ അസിസ്റ്റന്റ് ചെയ്യുമ്പോഴത്തേന് എങ്ങനെയാണ് അവിടുത്തെ ആ ഒരു പിന്നെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെയാണ്? ഒരു ഇതിന്റെ ഷൂട്ടിങ്ങിന്റെ ഒക്കെ ഒരു ഇത് എങ്ങനെയാണ്? നമ്മുടെ മലയാളവും അവിടുത്തെ ആയിട്ട് നല്ല വ്യത്യാസമുണ്ടോ? ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ സോങ് ഇല്ലേ, നമ്മുടെ മലയാളം സിനിമ എന്ന് പറയുന്നത്, ഇപ്പൊ മലയാളം സിനിമയും തമിഴ് സിനിമയും സോങ്ങിന്റെ ഡിഫറൻസ്, അവര് സോങ്ങിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് ഈ തമിഴ്, ഹിന്ദി. പക്ഷെ മലയാളത്തിന് സോങ്, ഡാൻസ്, അതായത് മെയിനായിട്ട് ഡാൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് മറ്റു ഇൻഡസ്ട്രികൾ. സോങ്ങിൽ ഡാൻസ് വലിയ ഒരുപാട് ആൾക്കാർ, ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെ. പക്ഷെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ഓഡിയൻസ് ഇല്ല. സോങ്ങിന് വേണ്ടി സിനിമ കാണാൻ പോകുന്ന ഓഡിയൻസ് ഇല്ല. അതിന് കറക്റ്റായിട്ട് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയില് ഒരു പടമോ ഒരു സൂര്യയുടെ പടം ആരെങ്കിലും, ഇപ്പൊ വിജയുടെ പടം തന്നെ എടുക്കും. ഈ വിജയുടെ പടത്തില് സോങ് ആദ്യം ചിലപ്പോ ഒരു എന്താണ് ഒരു ലിറിക്കൽ വീഡിയോയില് ചെറുതായിട്ട് വല്ലതായിരിക്കും സോങ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ആ സോങ് എന്തായിരിക്കും, അതിലെന്തായിരിക്കും പുള്ളി ചെയ്യുന്നത്, അങ്ങനെ ആകാംക്ഷയോടെ സിനിമ കാണുന്ന ഓഡിയൻസ് ആണ് ഈ തമിഴ്, തെലുങ്ക് എന്നൊക്കെ പറയാം. പക്ഷെ മലയാളത്തിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തില് സോങ് ആദ്യമേ റിലീസ് ചെയ്യും. സോങ്ങായ പടം സിനിമ രീതി.
പണ്ട് പോലെ തന്നെയാണ്. സോ അവിടെ നല്ല പാട്ടാണല്ലോ. ഇപ്പൊ സിനിമ നന്നായിരിക്കണം, നമുക്ക് പോയി കണ്ടാലോ, ഇങ്ങനത്തെ ഒരു അറിവാണ്. അവിടെ വേറെയാണ്, ഇവിടെ വേറെയാണ്. സോ ഞാൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് കളിച്ച് നിന്നപ്പോൾ ഞാൻ പിന്നെ തമിഴിലോട്ട് പോകുമ്പോൾ എനിക്ക് അന്ന് ഇവിടെ 2 ദിവസം കൊണ്ട് സോങ് ഷൂട്ട് ചെയ്യാനോ 3 ദിവസം കൊണ്ട് തീർക്കാനോ നോക്കും. പക്ഷെ അവിടെ ആകുമ്പോൾ ചിലപ്പോൾ 4 5 പോയിന്റ്. സോ അത്രയ്ക്ക് ക്രൂവും അത്ര ഒരുപാട് റൈറ്റേഴ്സും അങ്ങനെയൊക്കെ. എക്സ്പെൻസീവ് ആണ് അവിടെ. അവര് പൈസ മുടക്കും സോങ്ങിന് വേണ്ടി. ഞാൻ പറയുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ്. പക്ഷെ ഇപ്പൊ മലയാളം ഫിലിം ഇൻഡസ്ട്രിയും ആ ഒരു പാറ്റേണിലായിട്ട്. കാര്യം ഇപ്പൊ ഈ മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റീൽസ് എന്ന് പറഞ്ഞ സംഭവം വന്നപ്പോ ഹുക്ക് സ്റ്റെപ്പ് റീൽസിന്റെ ഈ പരിപാടി ഒരു പ്രൊമോഷനാണ് സിനിമയ്ക്ക്. അതുകൊണ്ട് ഇപ്പൊ മലയാളത്തില് ഒരുപാട് ഡാൻസേഴ്സിനെ വെച്ച് ഡാൻസ് കളിക്കുക, സോങ് ഷൂട്ട് ചെയ്യുക. ഇപ്പൊ തമിഴ് കണക്കാണ് ഡാൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. ഇപ്പൊ മെയിൻ അത് റീൽസ്. ഇപ്പൊ സോങ്ങിൽ ഡാൻസ് ഇല്ലെങ്കിലും ആ ഫിലിമിന്റെ ആൾക്കാര് ഇപ്പൊ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് മാത്യു തോമസിന്റെ ഒരു പടം വന്നിട്ടുണ്ട്. അപ്പൊ അത് സോങ് ചെയ്തത് ചെന്നൈയിലെ ഒരു മാസ്റ്റർ, പുള്ളിക്കാരനാണ് അത് ചെയ്തത്. ഷോബി മാസിന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, പുള്ളിയാണ് അത് ചെയ്തത്. പക്ഷെ അതിൽ ഡാൻസ് ഇല്ല. അതൊരു റൊമാൻറ്റിക് പാട്ടാണ്. അപ്പം അതിന്റെ അസോസിയേറ്റും അതിന്റെ ഡയറക്ടറും വിളിച്ചിട്ട് അതിനൊരു റീൽസ് ഷൂട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ പോയിട്ടാണ് അതിനൊരു റീൽസ് ഷൂട്ട് ചെയ്തത് 30 സെക്കൻഡ്. അതിന് ചെറുതായിട്ടൊരു ഒരു ഡാൻസ് സീക്വൻസ്. സോ ഇപ്പൊ അങ്ങനെ മാറി. പ്രൊമോ സോങ്ങും വന്നു. സിനിമയിൽ പാട്ടേ ഇല്ലെങ്കിലും ശരി തന്നെ അപ്പൊ അത് റീൽസിന് വേണ്ടി അത് റീൽസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു പ്രൊമോഷനാണ്. അങ്ങനെ മാറിയിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയും തമിഴ് ഫിലിം ഇൻഡസ്ട്രിയും ഭയങ്കര വ്യത്യാസമായിരുന്നു. അയ്യോ എന്താ ഇവർ ഇത്രയും ആൾക്കാരോട്. ഇപ്പൊ പേട്ടയിലൊക്കെ പോയി ഡാൻസ് പോവോ, ഒരുപാട് പേര് ഡാൻസേഴ്സും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. ഇവിടെയും അങ്ങനത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞ കണക്ക് ഇതാണ് എന്താ പറയണ റീൽസ് പ്രൊമോഷൻ അതൊരു ഭാഗമായി സോങ്. ഇപ്പൊ ഒരു മലയാളത്തിലായാലും തമിഴിലായാലും ഇപ്പൊ നമ്മളൊരു കോറിയോ ചെയ്യുമ്പോഴത്തേനും ഒരു പാട്ട് തന്നിട്ട് ആ വരികളുടെ ഒരു അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ടാണോ സ്റ്റെപ്പ് ഒക്കെ ഇടുന്നത്, അല്ലാതെ ചുമ്മാ മ്യൂസിക്കിനനുസരിച്ചാണോ കോറിയോ ചെയ്യുന്നത്? അതെങ്ങനെയാ അതിന്റെ കോറിയോയുടെ ഒരു സ്റ്റൈൽ എങ്ങനെയാ? ഓരോ കൊറിയോഗ്രാഫേഴ്സും ഡിഫറെന്റ് ആയിരിക്കും, സ്റ്റൈലും വ്യത്യാസമായിരിക്കും. പിന്നെ എല്ലാരും ഈ ഇത് ലിറിക്സ് നോക്കി തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ സ്റ്റൈല് വ്യത്യാസം കൂടുതലായിട്ടും. അതും ഡാൻസ് കളിക്കുന്ന ആക്ടറാണോ ഇതെല്ലാം ഒരു സോങ് കിട്ടിക്കഴിഞ്ഞാൽ ആ ആക്ടർ എത്രത്തോളം കളിക്കുന്നതനുസരിച്ച് നമുക്കും സ്റ്റെപ്പ് ഇടാൻ പറ്റും. ഇപ്പൊ തമിഴിലെ തെലുങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുന്നവരാണ്. ഈ മലയാളത്തിൽ നിന്ന് ഇപ്പോ തമിഴിലേക്കോ അല്ലെങ്കിൽ ഭാവിയിൽ തെലുങ്കോ കന്നഡയോ അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് ഞാനിപ്പോ ഇതൊരു അഡ്വാൻസ് ആയിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ ഭാഷയ്ക്ക് അതിരുകൾ ഇല്ലാതെ പോകുമ്പോഴത്തേനും ആ സ്റ്റൈൽ ഒരേപോലെ തന്നെ കീപ്പ് ചെയ്യുമോ, അതോ ആ തമിഴിന് വേറെ മലയാളത്തിന് വേറെ തെലുങ്കിന് വേറെ അങ്ങനെ മാറാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഒറ്റ പാറ്റേൺ തന്നെ ആയിരിക്കും. എന്റെ സ്റ്റൈൽ തന്നെ ആയിരിക്കും. മനസ്സിലായി, അതായിരുന്നു എന്റെ ചോദ്യം. ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കൊറിയോഗ്രാഫർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഒരു ആക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്പ്രിങ്ങിന് ആരെ പറയാനുണ്ടാവും? കൊറിയോഗ്രാഫർ രാജസുന്ദര മാസ്റ്റർ, പ്രഭുദേവ മാസ്റ്റർ. രാജസുന്ദര മാസ്റ്ററിന്റെ 2 സോങ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെന്താ, കൊച്ചിയിൽ ഒരു തെലുങ്ക് സോങ് ഷൂട്ടിന് വന്നപ്പോ ഇവിടത്തെ ഡാൻസേഴ്സിനെയും കൂടെ അവര് ജോയിൻ ചെയ്തു. ഇവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഡാൻസേഴ്സിനെ, അങ്ങനെ ഒരു ഡാൻസർ ഞാനായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ പാട്ട് അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര കൂളാണ്. ഞാൻ എല്ലാ കൊറിയോഗ്രാഫേഴ്സിന്റെ ഓരോന്ന് എടുക്കും. പക്ഷെ ഇപ്പോഴും രാജചന്ദ്രൻ മാസ്റ്റർ ഒരു പാട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര യൂണീക്ക് ആയിരിക്കും. പുള്ളി ഭയങ്കര കൂളാണ്. പുള്ളി നിന്നിട്ട് ഞാനതാണ് ആ തെലുങ്ക് പാട്ട് വർക്ക് ചെയ്തപ്പോ പുള്ളി ചേർന്ന് എഴുതിയപ്പോ 2 അസിസ്റ്റന്റ് പയ്യന്മാര് കാണും. പുള്ളി ഇങ്ങനെ കൈ അവർക്കറിയാം എന്താണെന്ന്. പുള്ളി അവിടെ നിന്ന് സ്റ്റെപ്പ്
ചെറുതായിട്ട് കൂളായിട്ട് സ്റ്റെപ്പ് ഇടും. അത് ഭയങ്കര ഹെവി ആയിട്ട് അസിസ്റ്റൻസ് ചെയ്യും. എന്നിട്ട് അവര് നമുക്ക് പറഞ്ഞു തരും. ഭയങ്കര കട്ട്സും ഭയങ്കര ഭയങ്കര രസമായിരിക്കും ആ സോങ്. പുള്ളിയുടെ സോങ്സ് എല്ലാം ഒന്നും കുറ്റം പറയാൻ പറ്റൂല. ഇതെങ്ങനെയാ ഈ പുതിയ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്? ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാ. വർക്ക് ചെയ്ത് അത് തനിയെ വരും. ഇപ്പൊ തമിഴില് അല്ലെങ്കിൽ മലയാളത്തില് ഒരു ലൊക്കേഷനിലുള്ള ഒരു ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാൻ പറഞ്ഞാല്, ഭയങ്കര രസമായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാൻ പറഞ്ഞാൽ ഏതായിരിക്കും സ്പ്രിങ്ങിന് പങ്കുവെക്കാൻ പറ്റുന്നത്? മഹാൻ എന്ന് പറഞ്ഞൊരു പടത്തില് വിക്രം സാറിന്റെ ഒരു പാട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് കളിക്കാൻ പോയിരുന്നു. വിക്രം സാർ. അപ്പൊ മഹാനില് ഭയങ്കര കംഫർട്ടബിൾ ആകും. ഡാൻസേഴ്സ് ആണോ അങ്ങനെ ഒന്നും നോക്കും. എല്ലാരും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഭയങ്കര കംഫർട്ടബിൾ ആകും. അപ്പൊ ഇത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറാണ്. എന്നെ കണ്ടപ്പോഴേ ആദ്യം ഇങ്ങനെ പറഞ്ഞു, ഹായ് നൈസ് ഡ്രസ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ എന്റെ ഫ്രണ്ട് വന്നിട്ട് അയ്യോ ഇങ്ങനെയൊക്കെ നോക്കിട്ട് അയ്യോ ഇങ്ങനെ നോക്കി പുള്ളി പോകുന്നുണ്ട്. അങ്ങനെ കുറെ നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐ കോണ്ടാക്ട്സിൽ കുറച്ച് പരിപാടികളാണ് പുള്ളിക്കാരൻ. എന്നിട്ട് അതിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറാണ്, അസിസ്റ്റന്റ് അല്ല. അപ്പൊ അവിടെ വിക്രം സാറും സോങ്ങിൽ തന്നെ വേറൊരു ഡാൻസറുണ്ട് മെയിൻ ആയിട്ട്. അപ്പൊ ഇവര് രണ്ടുപേരും കോമ്പറ്റീഷൻ കണക്കാണ്. കോമ്പറ്റീഷൻ കണക്കാണ് ഇത്. ഈ സോങ് മൊത്തം അങ്ങനെയാണ്. ഇവർ രണ്ടുപേരും കോമ്പറ്റീഷൻ കണക്കൊരു സീക്വൻസ് ഉണ്ട് അതിന്റെ അകത്ത്. സോ കറക്റ്റ് ആയിട്ട് പുള്ളി അങ്ങ് പോയി അവിടെ കാരവാനിൽ പോയി പുള്ളി അസിസ്റ്റൻസ് ഡാൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് പുള്ളി വന്നു. വിക്രം സാർ ഇവിടെ വന്നപ്പോ മാസ്റ്റർ പറഞ്ഞു ആ പയ്യനെ വിളിച്ച്, മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന പയ്യനുണ്ടല്ലോ ഡാൻസ് കളിക്കാൻ. അപ്പൊ പുള്ളിക്കാരൻ ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്ക് അപ്പൊ അവിടെ നിന്ന് ചെയ്യണമല്ലോ ഒരാള്. അപ്പൊ പെട്ടെന്ന് ഞാൻ മാസ്റ്ററിനോട് അസിസ്റ്റന്റ് ചെയ്തിട്ടുണ്ട്, ആ സ്പ്രിങ് വാടാ നീ അങ്ങനെ സീക്വൻസ് കൊണ്ടുവരാന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ സൈഡിൽ നിന്ന് ഞാൻ നടന്നു വന്നപ്പോഴേ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ കാണിച്ചു. എന്നിട്ട് പുള്ളി ആദ്യമായിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അതായത് ആ സീക്വൻസ് പുള്ളി പഠിച്ചിട്ട് വന്നേ ഉള്ളൂ. എന്നിട്ട് സോങ് ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ സീക്വൻസ് ഫുൾ ഡാൻസേഴ്സും ഞാനും പുള്ളിയും കൂടെ ആ സീക്വൻസ് ഫസ്റ്റ് ടൈം അങ്ങനെ കളിച്ച് കാണിച്ചു. അത് ഭയങ്കര രസമായിട്ടത്. അതെനിക്ക് പറക്കാൻ പറ്റാത്ത സംഭവം. പക്ഷെ അത് പാട്ടിലില്ല, പാട്ടില് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറാണ്. പക്ഷെ ആ സമയത്ത് ആ മൊമെന്റിൽ അത് അടിപൊളിയായിരുന്നു എനിക്ക്. നിങ്ങൾ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റുമോ? അതൊക്കെ അത് എടുക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച് നമ്മുടെ മേക്കിംഗ് വീഡിയോയിലൊക്കെ വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും മേക്കിംഗ് വീഡിയോയിൽ വന്നതും ഇല്ല. പിന്നെ പുള്ളി വിക്രം സാറ് എന്താ പിന്നെ പുള്ളിയുടെ ഒരു പടത്തില് വീരതീര സൂര എന്ന് പറഞ്ഞൊരു പടം റിലീസായിരുന്നു റീസെന്റ്. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ അസിസ്റ്റന്റ് കൊറിയോഗ്രാഫർ ആയിരുന്നു ഷെരീഫ് മാസ്റ്ററിന്റെ. അപ്പോൾ വീണ്ടും കാണാൻ പറ്റി. അത് കണക്ക് സൂര്യ സാറും എല്ലാരും എല്ലാ സ്ഥലത്തും പോകുമ്പോഴൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതുമല്ലാതെ അതേണക്ക് ഈ പേര് ഭയങ്കര സംഭവം. അതൊരു കോമഡിയാണ്. മനോജ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരുണ്ട്, കൊറിയോഗ്രാഫർ. പുള്ളിയെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോ പുള്ളി മൈക്കിൽ ഒരു ദിവസം സോങ് ഷൂട്ടിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിളിച്ചു, സ്പ്രിങ് എവിടാ നീ, സ്പ്രിങ് പെട്ടെന്ന് വാ, സ്പ്രിങ് വാ എന്നൊക്കെ വിളിച്ചോണ്ടിരിക്കുക. സ്പ്രിങ് വിളിച്ചോണ്ടിരുന്നപ്പോ ഒരു ആർട്ട് ഡയറക്ടർ ഓടി വന്നിട്ട് എന്റെ പൊന്നു മാസ്റ്ററെ, എന്റെ അടുത്ത് കുറച്ച് ചെടിയും കാര്യങ്ങളും അതൊക്കെ ഞാൻ വിളിച്ചു, പക്ഷെ എന്റെ അടുത്ത് ഇതുവരെ സ്പ്രിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അത് ഭയങ്കര രസമായിട്ടുള്ള സാധനം. ഓരോ സ്ഥലത്ത് ഓരോരോ പേര് ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള പേര്. വേറെ ആർക്കും ഇല്ലല്ലോ ഇങ്ങനെ ഒരു പേര്. ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ ഉല്ലാസിനാണ് നന്ദി കൊടുക്കേണ്ടത് ഇങ്ങനെ ഒരു പേരിട്ട്. താങ്ക്സ് ടു ഉല്ലാസ്. ഇടയ്ക്കിടയ്ക്ക് പറയൂ. സ്പ്രിങ് മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നിങ്ങളുടെ കരിയർ തമിഴ് സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒന്നാണ്. അതിനി അങ്ങോട്ട് കടന്ന് തെലുങ്ക്, കന്നഡ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി. ശരിക്കും മനോഹരമായ ഒരു സംഭാഷണമായിരുന്നു ഇത്. നൃത്തത്തിന് അതിരുകളില്ല എന്ന് സ്പ്രിങ് ഈ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
പുതിയ വരുന്ന സിനിമയ്ക്കും ഇനി വരാനുള്ള എല്ലാ പ്രോജക്റ്റുകൾക്കും ഒരു വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചുവടുകൾ ഇനിയും ലോകമെമ്പാടുമുള്ള വേദികളിൽ എത്തട്ടെ എന്നും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണുന്നത് വരെ, ദിസ് ഇസ് മീര ശങ്കർ, സൈനിങ് ഓഫ് ഫ്രം ബിയോണ്ട് ബോർഡേഴ്സ് വിത്ത് മീര ശങ്കർ.